പപ്പയും ചിറ്റപ്പനും തമ്മിലല്ല ഇഷ്യൂ. അതിൽ നമ്മുടെ ലൈഫിന് എന്താ റോൾ? എങ്കിൽ ചെന്ന് ഇറക്കി വിടും നിന്റെ ചിറ്റപ്പനെ. ചിറ്റപ്പനെ ഞാൻ എങ്ങനെ ഇറക്കി വിടും? ചിറ്റപ്പൻ ജനിച്ചു വളർന്ന വീടാണ്. ഞാൻ എങ്ങനെ ഇറങ്ങി പോവാൻ പറയും? നമ്മുടെ കല്യാണം മുടക്കാൻ ഇറങ്ങി തിരിച്ച് ജിമ്മിൽ വന്ന് നിന്റെ അടുത്ത് പറഞ്ഞ ആരാ? ഹിമ കളക്ഷൻസിലെ ജീവനക്കാരിയായ ആൻസി നമ്മുടെ സ്ഥാപനത്തിനുണ്ടാക്കിയ പേരുദോഷം എന്തൊക്കെയാണെന്നറിയോ? അവള് കാരണം എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്നറിയോ? സ്ഥാപനം പൂട്ടേണ്ട ഗതിയായി. ആ സ്ത്രീയും അവളുടെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. അത് മമ്മിയോടും പപ്പയോടും ഞാൻ പറഞ്ഞോളാം. ഋഷി പ്ലീസ്. ഋഷി നീ ഇത് എങ്ങോട്ടാ ഋഷി? നീയും നിന്റെ പേരൻസും എന്റെ മമ്മിയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നിന്നത്. എത്ര ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയെന്നറിയോ? ഋഷി പക്ഷെ ഇതെനിക്ക് എന്നും പറഞ്ഞ് പാക്ക് ചെയ്ത് പോവാണോ? ഋഷി ഒന്ന് മനസ്സിലാക്ക് ഋഷി. പറ്റില്ല ഋഷി. മോനെ, നീ ഇവിടെ ഉള്ളതാ എനിക്കൊരു ആശ്വാസം. ഇവിടെ ഒരു കയ്യാളായിട്ടങ്ങ് കൂടാം. എന്താ ഋഷി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞ കേട്ടല്ലോ. നടക്കുന്ന കാര്യമല്ല, സൈറ്റിലെ കാര്യങ്ങളെല്ലാം സൈറ്റിൽ തന്നെ സംസാരിച്ച് പോയിക്കൊള്ളുക. അല്ലാതെ വേറെ ഒന്നും എന്നെ വിളിച്ച് സംസാരിക്കണ്ട. പപ്പ പപ്പ ഞാൻ പോവാ. എവിടെ പോവാ? ആ സ്ത്രീ എന്റെ മമ്മിയുടെ ഡ്രീമായ സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ മുഴുവൻ നശിപ്പിച്ച ആളാ. എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ നോക്കിയോൾ. ഞാൻ അവരോടൊപ്പം ഈ വീട്ടിൽ കഴിയണമെന്നാണോ? നോ, ഐ കാൺട്ട്. എനിക്ക് എന്റെ വീടുണ്ട്. ഋഷി മോനെ, നമുക്ക് ആലോചിക്കാം. അവരിവിടെ നിൽക്കില്ല. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എന്നാ അവർ ഇറക്കിയിട്ട് വിളിക്ക്, ഞാൻ വരാം. പല്ലവി, നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാറി കയറ്. ഋഷി, ഈ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മമ്മി, എനിക്ക് പല്ലവിയോട് വഴക്കുണ്ട് ഈ കാര്യത്തിൽ. ബിക്കോസ് ഐ ഡൗട്ട്. അന്ന് ഇവിടെ ചിറ്റപ്പനെ കാണാൻ വേണ്ടി പോയില്ലേ ബ്ലെസ്സിങ്ങിന്, എന്റെ അടുത്ത് പോലും പറയാതെ. ഇവക്ക് അവരുടെ സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇവളുടെ സപ്പോർട്ടില്ല വരവും പോക്കും അല്ല. ലക്ഷങ്ങളുടെ വക്കീലെന്നൊക്കെയാ പറയുന്നത്. ഇവള് പറയുന്നത് നടക്കില്ല ഇവിടെ. ആണോടി? നീ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത്രയും നാൾ കാണിക്കാത്ത ധൈര്യം അവനുണ്ടാവോ? ഞാൻ അവരെ പോയി കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ അവരോട് വന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇവള് പോയി ഇളക്കി വിട്ടതാ. ഇവളും കൂടി ചേർന്നുള്ള പ്ലാനിങ് ആയതൊക്കെ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പോയി വിളിച്ചിട്ടാ വന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിനി അവരെ പറഞ്ഞുവിടാൻ പറ്റുമോ? ചിറ്റപ്പനെ പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരിക്കലും അത് പറയൂല. ഐ സ്ട്രോങ്ലി ബിലീവ് ദറ്റ് എനിക്ക് അതിന്റെ റൈറ്റ് ഇല്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചിറ്റപ്പനെ സപ്പോർട്ട് ചെയ്യാ. കാരണം ഞാൻ നേരിട്ട് കണ്ടതാ പുള്ളിയുടെ ലൈഫ്. ഈ കാര്യം പറഞ്ഞ് ആരും ഇനി ഇങ്ങോട്ട് വരണ്ട. നീ ഇവിടുന്ന് പോവാണെങ്കിൽ പൊക്കോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? ഞാൻ അന്നേ പറഞ്ഞതാ ഇവളെ നിയന്ത്രിക്കണോന്ന്. ഒന്നും കേട്ടില്ലല്ലോ. അനുഭവിച്ചോ?